രത്ന എന്നുള്ളത് രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം തന്നെ 5 പേർക്ക് നൽകുന്നത് നടാടെയാണ്. നേരത്തെ പറഞ്ഞല്ലോ 4 വരെ പോയിട്ടുണ്ട്, 5ലേക്ക് എത്തുന്നു. അപ്പോഴും കൃത്യമായ രാഷ്ട്രീയം കാണിക്കുന്നു. നമ്മൾ നേരത്തെ കർപ്പൂരി ഠാക്കൂർ ചർച്ച ചെയ്തിരുന്നതാണ്. അത് അദ്ദേഹം പിന്നാക്ക സംവരണം നടപ്പാക്കിയ വ്യക്തിയാണ്. 26% സർക്കാർ ജോലിയിൽ 26% സംവരണം നടപ്പാക്കി. അങ്ങനെ അദ്ദേഹം നടപ്പാക്കിയപ്പോൾ അന്ന് ഭരിച്ച ജനതാ പാർട്ടിയിൽ നിന്ന് പ്രതിഷേധവുമായി ഇറങ്ങിയത് BJPയുടെ അന്നത്തെ രൂപം ജനസംഘം അതിൽ നിന്ന് പിന്നെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അന്ന് എതിർത്തവരാണ് കർപ്പൂരി ഠാക്കറിനെ ഇപ്പോൾ അംഗീകരിക്കുന്നത്. കർപ്പൂരി ഠാക്കറിനെ അംഗീകരിച്ചതോടുകൂടി നിതീഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചരൺ സിംഗിന്റെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു മികച്ച കർഷക നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. ജനസംഘിന്റെ ഭാഗമായ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ അട്ടിമറിച്ചിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് ഈ ചൗധരി ചരൺ സിംഗ്. അപ്പോൾ 2 വൈരുദ്ധ്യങ്ങളാണ്. അന്ന് അതിഭീകരമായി എതിർക്കുക, ആ സർക്കാരിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ പൂർണ്ണമായി എതിരാളികളായി നിൽക്കുന്നവരെ ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്കാക്കുക, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. അങ്ങനെ ഒരു തന്ത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ RLDയെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞു. RLD സ്വാധീനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. RLD വരുന്നത് ഈ ഘട്ടത്തിലാണല്ലോ. ഈ രണ്ടും ഒരേ സമയമാണ് നടക്കുന്നത്. നേരത്തെ ആ ചർച്ചകൾ നടക്കുന്നുവെന്ന് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാരതരത്ന നൽകിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെയാണ്. ഒരു ലോക്സഭാ സീറ്റും 2 രാജ്യസഭാ സീറ്റുകളും. അങ്ങനെയാണ് 2 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റും. അതാണ് വാഗ്ദാനം. മാത്രമല്ല ഈ ജയന്ത് ചൗധരിക്ക് മധുരയാണ്, അത് ഹേമമാലിനിയുടെ സീറ്റാണ് നൽകാൻ പോകുന്നത് എന്നൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. അപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ നരസിംഹറാവു എന്ത് കാര്യങ്ങൾ നടപ്പാക്കിയെന്നാണ് പറഞ്ഞത്? നവ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയ ആദ്യത്തെ നേതാവ്. പക്ഷെ അതിലപ്പുറം വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ബാബ്രി മസ്ജിദ് തകർക്കുമ്പോൾ മൗനം അവലംബിച്ച നേതാവ് എന്നുള്ളതാണ്. കോൺഗ്രസിനെ എല്ലാ കാലത്തേക്കും കുറ്റാരോപിതനാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവർ നേതാവ് അവിടെ ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നരസിംഹറാവുവിനെ പിന്നീട് പല കാലങ്ങളിലും അംഗീകരിച്ചില്ല എന്നുള്ള വിഷയം അവരുടെ കുടുംബം തന്നെ ഉയർത്തുന്നതും ആ ഭാഗം തന്നെ ഇപ്പോൾ BJPയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓർമ്മിച്ചുകൊണ്ട് അതിനുള്ളൊരു സമ്മാനം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാബ്രി മസ്ജിദ് തകർത്ത സമയത്ത് മിണ്ടാതെ നിന്ന് മൗനം അവലംബിച്ച നേതാവ് എന്നുള്ളതാണ് ആ അംഗീകാരത്തിനുള്ള പ്രധാന ഘടകമായി വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതൊരു പുതിയ തന്ത്രം. ആ തന്ത്രം വഴി ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. അത് വിജയത്തിന് ഗുണമാകുകയും ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന സർവേയിൽ UP പൂർണ്ണമായും പിടിക്കുമെന്നുള്ളത് തന്നെയാണല്ലോ. BJP പൂർണ്ണമായും UP പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇത്തരം പാർട്ടികളെ കൂടി ഒരുമിച്ചാക്കുക എന്നുള്ളതാണ്. മറിച്ച് നോക്കൂ, ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്, ഈ കോൺഗ്രസിൻ്റെ ബ്ലാക്ക് പേപ്പർ പുറത്തുവിട്ടപ്പോൾ പറയുന്നത് 10 വർഷം കൊണ്ട് BJP മറുകണ്ഠം ചാടിച്ചത് 411 MLA-മാരാണ്. അപ്പോൾ അതൊരു വലിയ കണക്കാണല്ലോ. അപ്പോൾ ഈ കണക്ക് ഈ രൂപത്തിലൊക്കെ നടക്കും. എന്തും സാധ്യമാകും. ഈ രാജ്യത്തെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന പുരസ്കാരം കൂടി രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് മെറിറ്റിൽ സംശയമില്ലല്ലോ. അല്ല, മെറിറ്റിൽ സംശയമുണ്ടെന്നല്ലേ. ഇപ്പം എനിക്ക് PV നരസിംഹറാവുമായി ബന്ധപ്പെട്ട് എനിക്ക് അതൊരു മെറിറ്റാണെന്ന് തോന്നുന്നില്ല. ഈ ഘടകം ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിനും പ്രധാനപ്പെട്ട വേറെ രാഷ്ട്രീയ നേതാക്കളുണ്ടാകാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ MS സ്വാമിനാഥന് കൊടുത്തു എന്നുള്ള കാര്യം, അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും അതിലൊരു രാഷ്ട്രീയ തന്ത്രം, അതൊരു സൗത്ത് നോർത്ത് ഡിവൈഡിന്റെ കാലഘട്ടത്തിൽ ഇതൊരു വിമർശനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ സി വോട്ടറിലാണെങ്കിലും മറ്റ് സർവേകളിലാണെങ്കിലും സൗത്തില് ഇന്ത്യ ബ്ലോക്കിന്റെ സ്വീപ്പാണ് സൗത്തിൽ നടക്കുന്നത്, നോർത്തിൽ NDAയുടെ സ്വീപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സൗത്ത്, പ്രത്യേകിച്ച് കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സമരഘട്ടത്തിലാണ് രാജ്യസഭയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു സൗത്ത് നോർത്ത് ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കുന്നു. അതിനുള്ള മറുപടി കൂടിയാണ്. സൗത്തിൽ നിന്നും 2 നേതാക്കൾ PV നരസിംഹറാവു വരുന്നു, MS സ്വാമിനാഥൻ, രണ്ടുപേരും അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചില്ലേ എന്നുള്ള മറുചോദ്യം ഇങ്ങോട്ട് ഉന്നയിക്കാമല്ലോ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഘടകമായിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, രാഷ്ട്രീയ കുതന്ത്രമാണ്. Meet the editors.